തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയും 10,000-കണക്കിന് ജനങ്ങളെ കൂട്ടി തെരുവിലിറങ്ങുകയും കോടതിയിൽ പോവുകയും ചെയ്യുമ്പോൾ SIR-നെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ ഒരാഴ്ചയായിട്ട് നിങ്ങളാരെയും കണ്ടോ? ഇപ്പൊ കുറെ അറബികളായിട്ട് നടക്കുക SIR-മായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയിലൊട്ടാകെ നടത്തിയ പ്രചരണ ബോധവൽക്കരണ സമരങ്ങൾ, ഇതൊക്കെ നടക്കുമ്പോൾ ഇതിനെ ശക്തമായി എതിർക്കേണ്ട കേരളത്തിലെ ഇടതുപക്ഷം SIR-ന് വേണ്ടിയിട്ടുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പൊ ഇന്നലെ വന്ന വാർത്ത, ആലപ്പുഴയിലെ മുൻ MLA ഷുക്കൂറിന് പോലും വോട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ കണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയൊട്ടാകെ പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ ഇറക്കുമ്പോൾ CPM ഇതിനെ സ്വാഗതം ചെയ്യാണ്? പുറത്തെന്താണ് വർത്തമാനാണ്? SIR ശരിയല്ല, എതിർക്കണം, കോടതിയിൽ പോകണം. അനങ്ങിയിട്ടില്ല. നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്, മുഖ്യമന്ത്രി തെരുവിലാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരുവിലാണ്. അവർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഒരു കാരണവശാലും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുന്നു. കേരളത്തിലെ ഇപ്പൊ എല്ലാ ഓഫീസർമാരും ഈ പണിയിലാണ്. ആരാ ഇതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് എല്ലാവരും വോട്ട് പിടിക്കാനുള്ള ഈ ഓട്ടത്തിനിടയിൽ വളരെ സുരക്ഷിതമായിട്ട് ഈ കാര്യങ്ങൾ നടത്തുകയാണ്. ഞാനൊരു വർഷമായി പറയുന്നു, BJP-യും CPM ലീഡർഷിപ്പുമായിട്ടുള്ള ചങ്ങാത്തം. BJP-യെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ 10-25ഓളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സെക്കൻഡ് വന്നതാണ് BJP. അവിടെ അവർക്ക് ആവശ്യമായ വോട്ടുകൾ ചേർക്കുകയും ആവശ്യമായ വോട്ടുകൾ തള്ളുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് ഇത് എത്തുമെന്ന കാര്യത്തിന് ഒരു തർക്കവുമില്ല. ഈ ഇരിക്കുന്ന എനിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും നാളെ വോട്ടുണ്ടാകും എന്ന കാര്യത്തിനും യാതൊരു ഉറപ്പുമില്ല. കാരണം ബീഹാറിൽ സുപ്രീം കോടതി അടക്കം ഇടപെട്ടിട്ടും ഏകദേശം 25-30 ലക്ഷം ആളുകളുടെ വോട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല. കോടതിയിൽ കേസ് നടക്കുകയാണ്. കോടതി പോലും എന്താ പറയാ ഇടപെട്ട് ഇതിനൊരു താൽക്കാലികമായിട്ടുള്ള ഒരു തടസ്സവാദം, ഒരു സ്റ്റേക്ക് പോലും പോകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയും 10,000-കണക്കിന് ജനങ്ങളെ കൂട്ടി തെരുവിലിറങ്ങുകയും കോടതിയിൽ പോവുകയും ചെയ്യുമ്പോൾ SIR-നെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ ഒരാഴ്ചയായിട്ട് നിങ്ങളാരെയും കണ്ടോ? ഇപ്പൊ കുറെ അറബികളായിട്ട് നടക്കുക. എന്താ ഈ അറബ് രാജ്യത്ത് കാര്യം? പെട്ടെന്നൊരു അറേബ്യൻ യാത്ര, ഒരു സ്ഥലത്തേക്കല്ല, എല്ലാ രാജ്യത്തും അവിടെ പോയിട്ട് സകലമാന നേതാക്കന്മാരെയും അല്ലാത്തവരെയും അവരെ കണ്ട് അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയ, മുഖ്യമന്ത്രിയെ കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന രാഷ്ട്രീയം ഇപ്പൊ SIR കൂടി അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിയണം. കേരളത്തിന്റെ മതേതര സ്വഭാവം പരിപൂർണമായും കൈവിട്ടു പോകുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇവിടുത്തെ സമൂഹത്തെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും.